റിപ്പോർട്ടർ ബ്രേക്കിംഗ്. രാഹുൽ മാങ്കുടത്തിനെതിരായ ബലാത്സംഗ കേസിൽ പാലക്കാട്ടെ ഫ്ളാറ്റിലെ CCTV സംവിധാനത്തിൽ ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന കെയർടേക്കറുടെ മൊഴി. SIT കെയർടേക്കറുടെ ഫ്ളാറ്റിലെത്തി മൊഴി രേഖപ്പെടുത്തി. CCTV ദൃശ്യങ്ങൾ കെയർടേക്കറെ സ്വാധീനിച്ച് രാഹുലും സംഘവും നശിപ്പിച്ചുവെന്ന നിഗമനത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. അതേസമയം രാഹുലിനായി അന്വേഷണ സംഘം തമിഴ്നാട്ടിലും എത്തിയിരിക്കുന്നു. തമിഴ്നാട് പോലീസിന്റെ സഹായം തേടിയിരിക്കുന്നു SIT എന്ന വിവരം ലഭിക്കുകയാണ്. ഇക്ബാൽ അറക്കൽ പുതിയ വിവരങ്ങൾ നൽകും. ഇക്ബാൽ, ഇപ്പോൾ കെയർടേക്കറുടെ മൊഴിയെടുക്കാൻ SIT നീങ്ങുന്നു എന്നുള്ള വാർത്ത രാവിലെ നൽകിയതാണ്. ഇപ്പോൾ കെയർടേക്കർ മൊഴി നൽകിയിരിക്കുന്നു. ചില ദൃശ്യങ്ങൾ അതിൽ നിന്ന് മിസ്സായിരിക്കുന്നു എന്നുള്ള അനുമാനത്തിലാണല്ലോ SIT ഉള്ളത്. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണോ കെയർടേക്കറുടെ മൊഴി? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, ഈ കെയർടേക്കറുടെ വീട്ടിലെത്തിയാണ് SIT സംഘം മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. വ്യാഴാഴ്ച ദിവസമാണ് അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് കടന്നു കളയുന്നത്. പാലക്കാട് കണ്ണാടിയിലെ UDF-ന്റെ സ്ഥാനാർത്ഥി പ്രചരണത്തിനിടയിൽ രാഹുൽ കുന്നത്തൂർമെട്ടുള്ള ഫ്ളാറ്റിലേക്ക് എത്തുന്നു. പിന്നീട് അവിടെ നിന്ന് ഈ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചതിന് ശേഷം പിന്നീട് രാഹുൽ ഈ ചുവന്ന പോളോ കാറിൽ ഈ ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് SIT സംഘത്തിന്റെ കണ്ടെത്തൽ. പക്ഷെ ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ അത് കണ്ടെത്താൻ SIT സംഘത്തിന് സാധിച്ചിരുന്നില്ല. ഒരു പക്ഷേ ഈ ഫ്ളാറ്റിലെ കെയർടേക്കറെ സ്വാധീനിച്ച് രാഹുലും സംഘവും ഈ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടാകാമെന്നുള്ള നിഗമനത്തിലായിരുന്നു SIT സംഘം ഉണ്ടായിരുന്നത്. ഏതായാലും ഈ കെയർടേക്കറുടെ മൊഴി ഇപ്പോൾ ഏതായാലും SIT സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു. കെയർടേക്കർ ഈ യാതൊരു രീതിയിലുള്ള ഇടപെടലും ഈ CCTV സംവിധാനത്തിൽ നടത്തിയിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ SIT സംഘത്തിന് നൽകിയിട്ടുള്ളത്. വ്യാഴാഴ്ച രാഹുൽ ഈ ഫ്ളാറ്റിൽ നിന്നും രക്ഷപ്പെടുന്ന ദിവസം താൻ 4:30 മണിക്ക് തന്നെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിരുന്നു. രാഹുൽ വൈകിട്ട് ഫ്ളാറ്റിലേക്ക് എത്തിയ വിവരം തനിക്കറിയില്ല. അന്നത്തെ ദിവസം താൻ 4:30 മണിക്ക് തന്നെ വീട്ടിലേക്ക് പോയി എന്നല്ലാതെ മറ്റൊരു വിവരവും ഈ കെയർടേക്കറിൽ നിന്ന് SIT സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഏതായാലും ആരാണ് പിന്നീട് ഈ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചത് എന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ SIT സംഘം കടന്നിരിക്കുന്നത്. ഇതിനുവേണ്ടി കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്കും ഇപ്പോൾ SIT സംഘം കടക്കുന്നു. ഒരുപക്ഷെ ഫ്ളാറ്റിൽ അന്നത്തെ സമയം ഉണ്ടായിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ച ഒരു പരിശോധന, അതിനോടൊപ്പം തന്നെ വൈകിട്ട് ഈ രാഹുൽ ഫ്ളാറ്റിലേക്ക് എത്തിയെന്ന് കരുതുന്ന സമയത്തുള്ള ഈ ഫ്ളാറ്റിന് സമീപത്തെ കൂടുതൽ CCTV ദൃശ്യങ്ങളുടെ പരിശോധനയിലേക്കും ഏതായാലും കടക്കാനാണ് SIT സംഘത്തിന്റെ തീരുമാനം. കെയർടേക്കറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ SIT സംഘം കടന്നിരിക്കുന്നത്. കൂടുതൽ പരിശോധനകൾ നടത്തി രാഹുൽ പോയ വഴി കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് SIT സംഘം കടക്കുന്നു. ഇതിനോടൊപ്പം തന്നെ തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയും SIT സംഘം നടത്തുന്നുണ്ട്. കോയമ്പത്തൂർ, പൊള്ളാച്ചി കേന്ദ്രീകരിച്ചാണ് ഈ പരിശോധന ഇപ്പോഴും തുടരുകയും ചെയ്യുന്നത്. അതിർത്തി മേഖലകളിൽ ഇപ്പോഴും ഈ രാഹുലിന് വേണ്ടിയുള്ള പരിശോധന നടത്തുന്നുണ്ട്. പാലക്കാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് പാലക്കാട് ജില്ലയിൽ ഉടനീളം പരിശോധന നടത്തുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ അഷ്കർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട്ടിലുണ്ട്, പൊള്ളാച്ചിയിലുണ്ട് എന്നുള്ള സൂചനകളാണോ SITക്ക് ലഭിച്ചിരിക്കുന്നത്? ഇതിൽ തമിഴ്നാട് പോലീസിന്റെ സഹായം കൂടി തേടിയിരിക്കുന്നു. അപ്പോൾ SITയുടെ ഒരു സംഘം തമിഴ്നാട്ടിലെത്തി എന്നാണോ അഷ്കർ? സ്മൃതി, ഒന്നിലധികം സംഘങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് കോയമ്പത്തൂരും പൊള്ളാച്ചിയും ഈ രണ്ട് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ SIT സംഘത്തിന് അന്വേഷണം പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വ്യാഴാഴ്ച തന്നെ രാത്രിയോടെ രാഹുൽ പൊള്ളാച്ചിയിലേക്ക് എത്തിയെന്ന് ഫോൺ നമ്പർ ലൊക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു, SIT സംഘം സ്ഥിരീകരിച്ചിരുന്നു. വ്യാഴാഴ്ച രാത്രി കഴിഞ്ഞ് വെള്ളിയാഴ്ച പകലും അവിടെ തന്നെ പൊള്ളാച്ചിയിൽ തുടർന്ന് സാഹചര്യമുണ്ടായി. പിന്നീട് രാഹുൽ കോയമ്പത്തൂരിലേക്ക് മാറിയെന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് പലയിടങ്ങളിലായിക്കായി രാഹുൽ മാറിയെങ്കിലും അത് എവിടേക്കാണ് എന്നുള്ള വിവരങ്ങൾ പോലീസ് ഇപ്പോഴും പങ്കുവെക്കുന്നില്ല. എന്നാൽ ഞായറാഴ്ച വരെയുള്ള രാഹുലിന്റെ സഞ്ചാരപാത മനസ്സിലാക്കാൻ പോലീസിന് സാധിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രധാനപ്പെട്ട വിവരം, രാഹുലിന്റെ വളരെ അടുത്തേക്ക് പോലീസ് സംഘം, അന്വേഷണ സംഘം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, തമിഴ്നാട് ഇപ്പോൾ ഒന്നിലധികം SIT സംഘങ്ങൾ രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമായി നടത്തുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് എത്തിയ SIT സംഘം ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ തമിഴ്നാട്ടിലാണ് വ്യാപകമായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം സംസ്ഥാന അതിർത്തികളിലും ഈ രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാട് പോലീസിന്റെ സഹായം കൂടി ഇതിനോടകം തന്നെ കേരള പോലീസ് തേടിയിരിക്കുന്നു എന്നുള്ളതാണ്. തമിഴ്നാട് SNST വിഭാഗത്തിന്റെയും ക്യൂ ബ്രാഞ്ചിന്റെയും സഹായമാണ് പോലീസ് തേടിയിരിക്കുന്നത്. ഈ സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി നടക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ 3 പുതിയ മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ 3 പുതിയ നമ്പറുകളും രാഹുലിൻ്റെതല്ല, മറിച്ച് തമിഴ്നാട് അഡ്രസ്സുള്ളതും തമിഴ്നാട് ലൊക്കേഷനുകളുള്ളതുമായ നമ്പറുകളാണ്. ഒന്നിലധികം മൊബൈൽ ഫോണുകളും രാഹുൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണുകളും ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കേരളത്തിൽ അടുപ്പമുള്ളവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങളും SITക്ക് ലഭിക്കുകയാണോ?
അതോടൊപ്പം രാഹുൽ പോയി എന്ന് കരുതുന്ന നടിയുടെ കാർ റെഡ് പോളോ അതും തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിന്റെ സൂചനകൾ കിട്ടുന്നുണ്ടോ SITക്ക്? സ്മൃതി, ഈ പോള കാറുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എവിടെയാണെന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. അത് തമിഴ്നാട്ടിലേക്ക് വാഹനം കടന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പോലീസിന്റെ അന്വേഷണ പരിധിയിലുള്ള വിഷയമാണ്. അതേസമയം ഈ രാഹുൽ കൃത്യമായി തമിഴ്നാട്ടിലേക്ക് എത്തുകയും ഒന്നിലധികം ദിവസങ്ങൾ ഇവിടെ തങ്ങിയതായും കൃത്യമായ സ്ഥിരീകരണം പോലീസിനുണ്ട്. ഇപ്പോഴും രാഹുൽ തമിഴ്നാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കൂടി ഈ ഘട്ടത്തിൽ പോലീസ് എത്തുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ തന്നെയുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. മാത്രമല്ല സംസ്ഥാന അതിർത്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ രാഹുൽ മടങ്ങുകയാണെങ്കിൽ അതിൽ രാഹുലിനെ കണ്ടെത്താൻ കഴിയുന്ന വിധത്തിൽ സംസ്ഥാന അതിർത്തികളിലും ഇപ്പോൾ പോലീസ് സംഘം വ്യാപകമായി തന്നെ വല വിരിച്ചുകൊണ്ടുള്ള തന്നെ അന്വേഷണം നടത്തുകയും ചെയ്യുന്നു. രാഹുലിന്റെ മൊബൈൽ നമ്പറുകൾ അത് കണ്ടെത്താൻ നിലവിൽ ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പറുകളും അതുപോലെ തന്നെ സഹായികളുടെ നമ്പറും ഒക്കെ തന്നെ രാഹുൽ ഉപയോഗിക്കാതെ വന്നതോടെ ഒരു പ്രത്യേക ലിസ്റ്റ് പോലീസ് തയ്യാറാക്കിയിരുന്നു. രാഹുൽ ബന്ധപ്പെടാൻ സാധ്യതയുള്ള മുഴുവൻ ആളുകളുടെയും നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ലിസ്റ്റായിരുന്നു. അതിലേക്ക് വന്ന കോളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രാഹുൽ ഒന്നിലധികം സിം ഉള്ളത് 3 പുതിയ സിമ്മുകൾ ഉപയോഗിച്ചതായി അന്വേഷണ സംഘത്തിൽ കണ്ടെത്താൻ സാധിച്ചത്. അത് ഒന്നിലധികം മൊബൈൽ ഫോണുകളിലും അത് ഒന്നിലധികം EMI നമ്പർ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വിധത്തിൽ ഈ 3 മൊബൈൽ സിം നമ്പറുകളും ഉപയോഗിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുള്ള അടിസ്ഥാനത്തിലാണ് രാഹുലിലേക്ക് കൂടുതൽ അടുക്കലേക്ക് എത്താൻ പോലീസിന് സാധിച്ചത്. രാഹുലിന്റെ ഒരു സഞ്ചാര പാത, ഒരു റൂട്ട് മാപ്പ്, ഏകദേശം ഞായറാഴ്ച വരെയുള്ള റൂട്ട് മാപ്പ് കണ്ടെത്താനും ഈ ഘട്ടത്തിൽ പോലീസിന് സാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ ഇല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതിന് മുമ്പായി തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്കാണോ പോലീസ് ഘട്ടത്തിൽ പോകുന്നതെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. സ്മൃതി, ശരി. അഷ്കർ അലിയും ഇക്ബാലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അഷ്കർ നൽകുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ SITയുടെ ഒന്നിലധികം സംഘങ്ങൾ അവിടെ എത്തിയിരിക്കുന്നു, തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും പല നമ്പറുകളിൽ ഫോൺ വിളിച്ചതായിട്ടുള്ള സൂചനകൾ ലഭിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട് പോലീസിന്റെ സഹായം കൂടി തേടിക്കൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ SIT നടത്തുന്നത്.